ഹലോ, എനിക്ക് നിന്നെ വേണ്ട, നിന്നെ ഞാൻ വിവാഹമോചനം ചെയ്ത്. ഒന്നും ചൊല്ലി, രണ്ടും ചൊല്ലി, മൂന്നും ചൊല്ലി. ഒരു മിനിറ്റ് എനിക്ക് കിട്ടിയ ഒരു ക്യാമറ ഉണ്ട്, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. അതെ, ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ ഇങ്ങനെ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ടി വിൻ്റെ ന്യൂസിൽ ഇങ്ങനെ വരുന്നത്. അതായത് മുത്തലാഖ് ചൊല്ലി, എന്നെ ഫോണിലൂടെ വിളിച്ച് മുത്തലാഖ് ചൊല്ലി, അതായത് വിവാഹമോചനം നൽകി എന്നാണ് പറയുന്നത്. അല്ല, എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. ഈ വീരാൻകുട്ടി എന്നാണ് അവൻ്റെ പേരാണ്. ഈ വീരാൻകുട്ടിയോട് ഞാൻ ചോദിക്കുകയാണ്, എൻ്റെ പഹിയ ഇവിടെ പെണ്ണുങ്ങളെ കിട്ടാണ്ട് ഒരുപാട് ആൾക്കാരുടെ ഭയങ്കരമായിട്ട് ബേജാറടിച്ച് നടക്കലാണ്. അപ്പോഴെനക്ക് കിട്ടിയ പെണ്ണിനെ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ന്യായമാണെന്നത്. അതാണ് ഞാൻ ആലോചിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ വിവാഹം കഴിഞ്ഞിട്ട് അങ്ങനെ കുറേ നാളൊന്നും ആയതുമില്ല. എന്നിട്ടും ഇപ്പം പറയുന്നത് എന്താ വെച്ചാൽ എനിക്ക് വേണ്ടാന്നാണ് പറയുന്നത്. അപ്പോൾ അവർ പിന്നെ മൂവത്തിൽ 50 പവനെങ്ങാറ്റം ചോദിച്ചോന്നോ അതിൽ 30 പവൻ മാത്രമാണ് കിട്ടിയതെന്നോ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതും ഞാൻ പറഞ്ഞു തരാം നിങ്ങളോട്. അതായത് ഈ ബാപ്പമാരോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള ഈ പിന്നെ എംബോക്കികൾക്ക് നിങ്ങൾ മക്കളെ കൊടുക്കരുത്. അതായത് 50 പവനും 100 പവനും ചോദിക്കുന്നവന്മാരോട് എരുത്തെ പിടിച്ച് പോടാന്ന് പറഞ്ഞിട്ട് അങ്ങ് ചവിട്ടി ഒഴിവാക്കുമല്ലേ വേണ്ടത്. എന്തിനാ ഇവനൊക്കെ 50 പവനൊക്കെ കൊടുക്കുന്നത്? നിങ്ങളെ നല്ല ഒരു മനുഷ്യനെ കൊണ്ട് കെട്ടിക്കുമല്ലേ വേണ്ടത്. അല്ലാതെ ഇവൻ്റെയൊക്കെ കുടുംബ മഹിമയും മറ്റേ തറവാടെത്തവും കാണാത്തോ നോക്കിയിട്ട് കെട്ടിച്ച് കഴിഞ്ഞാൽ ഇപ്പം പറയുന്നത് കേട്ടാ, മൂപ്പരുടെ ബാപ്പ വരെ എന്നോട് അപമര്യാദയായിട്ടെന്ന് പെരുമാറുന്നതെന്ന്. എന്താണെന്ന് വെച്ചാൽ ബാപ്പ വരെ പെണ്ണ് പിന്നെ എടിങ്ങുമ്പം ഇങ്ങനെ നോക്കിയിരിക്കലാ പോലും. അതാണ് പരിപാടി എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ളൊരു കുടുംബത്തിലേക്ക് 50 പവനും ഞങ്ങളുടെ കൊണ്ട് കൊടുത്തിട്ട് അങ്ങ് ഗ്നാന്തി കൊടുത്തിരിക്കുന്നതാണ്. ആ വീരാൻകുട്ടീനെ പിടിച്ചിട്ട് 2 എണ്ണം പൊട്ടിക്കാൻ കഴിഞ്ഞാൽ അത് നല്ലതാണെന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇമ്മാതിരി തന്തയിലായിക കാണിച്ചിട്ട് അവൻ ഇതിലൂടെ നടക്കരുത്. അവനെ പിടിച്ചിട്ടെന്ന് പറഞ്ഞാൽ ഉള്ളിൽ തള്ളുക തന്നെയാണ് വേണ്ടത്. അതായത് നമ്മളിനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമുക്കൊരു നിയമം വേണം, അത് നിർബന്ധമാണ്. എല്ലാ പെൺകുട്ടികൾക്കും സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് നിയമാടുന്നത്. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇവനൊക്കെ തോന്നുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ചൊല്ലിയിട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ അഡ്രസ്സ് പോലും കിട്ടത്തില്ല. ഇപ്പം ഇവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പിന്നെ വേണ്ട, അതുപോലെ തന്നെ മാറാരോഗിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ പറയുന്നത്. ഇതൊക്കെ വാർത്തയിൽ വന്നപ്പോഴേ അവൻ്റെ ഒരു നിലനിൽപ്പിന് വേണ്ടി അവൻ പറയുന്നതാണ്. ആ പഹയൻ എന്നാ വേണ്ടി വെച്ചാൽ വേറൊരു കല്യാണം കൂടി കഴിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ 30 പവൻ ഏകദേശം എന്ന് പറഞ്ഞാൽ തിന്ന് തീർന്നുമായിരിക്കും. ഇനി എവിടുന്നെങ്കിലും എന്ന് പറഞ്ഞാൽ ഒരു 50 പവൻ മേടിച്ചിട്ട് ഒരു കല്യാണം കഴിക്കുക. ആ കല്യാണം കഴിച്ചതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 30 എടുത്തിട്ട് ഇങ്ങോട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കുറേ നാൾ അതിനെയും കുറേ നാൾ കഴിഞ്ഞാൽ ഈ ഫോണിലോട്ട് ഇങ്ങനെ ചൊല്ലിയിട്ട് അങ്ങ് വിടും. പിന്നീട് എന്ന് പറഞ്ഞാൽ അടുത്ത കല്യാണം കഴിക്കാം. ഇതാണ് ഇവൻ്റെയൊക്കെ പിന്നെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ബാപ്പമാർ ഒരു കാര്യം ശ്രദ്ധിക്കണം. അതായത് ഇമ്മാതിരി പോക്കൃത്തരം കാണിക്കുന്ന വീട്ടിലേക്ക്, അതായത് എത്ര വലിയവനായാലും ശരി, വലിയ വീടുണ്ടാവും, കാറുണ്ടാവും, ബംഗ്ലാവ് ഒക്കെ ഉണ്ടാവും, ഒരുപാട് സ്ഥലങ്ങളും സ്വത്തൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവറ്റകളെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താ വെച്ചാൽ, നടുക്കായലിൽ പോയി കഴിഞ്ഞാലും ചില ടീമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വെള്ളം കുടിക്കത്തുള്ളൂ. നമ്മൾ എത്ര ഇനി 5 ബക്കറ്റ് വെള്ളം കൊടുത്തു കഴിഞ്ഞാലും ഇല്ലേ, ചില ടീമുകൾ ഇങ്ങനെ വെള്ളം കുടിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവിടെ വലിയ ബംഗ്ലാവോ അല്ലെങ്കിൽ വലിയ പൊരിയോ കാര്യങ്ങളോ ഒന്നുമല്ല വേണ്ടേ, മനുഷ്യന്മാരെടുക്കുകയാണ് വിടേണ്ടത് എന്നുള്ളതാണ്. മനുഷ്യ ജന്മം കിട്ടിയ ചില ചെന്നായ്ക്കളുണ്ട്, അവറ്റകളെടുക്ക വിട്ടിട്ടും കാര്യമില്ല. മനുഷ്യന്മാരെടുക്ക വിടണം, നല്ല മനുഷ്യന്മാരെടുക്കാം. ഇപ്പോൾ നിങ്ങളെല്ലാവരും കേൾക്കുന്നതല്ലേ, ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് വടകരയാവാത്തൊരു സംഭവം നടന്നിരുന്നു. ഇതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാപ്പയുടെ പിന്നെ അതായത് ഭർത്താവിൻ്റെ ബാപ്പയും മാമനും ഇവരൊക്കെ വന്നിട്ട് ആ സ്ത്രീ എന്ന് പറഞ്ഞാൽ ക്രൂരമായി മർദ്ദിക്കുകയാണ്. അങ്ങനെ ഒരുപാട് മർദ്ദനം സഹിക്കാൻ വയ്യാതെ ഇവരെന്ത് ചെയ്തു, ഒരു ദിവസം ഈ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ മുഴുവൻ എന്ന് പറഞ്ഞാൽ ക്യാമറയിൽ എടുത്തിട്ട് പുറത്തേക്ക് വിട്ടതിന് ശേഷം എന്ത് ചെയ്തു, ഇവർ അന്ന് പിന്നെ ജീവൻ കൊടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്. ആ ഒരു കുടുംബമാണെങ്കിൽ നല്ല രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരു പ്രമാണി കുടുംബമാണ്. അപ്പോൾ ഈ സ്ത്രീ അങ്ങോട്ട് വിട്ടത് തന്നെ എന്തിനാണ്? ആ ഒരു വലിയ കുടുംബമാണ്, വലിയ വീടാണ്, വലിയ കാറുണ്ട്, എല്ലാവരും ദുബായിലാണ്, എല്ലാവരും പണക്കാരാണ് എന്നുള്ള ഇതിലാണ് ആ സ്ത്രീയുടെ ജീവിതം നശിപ്പിച്ചത്. എന്നിട്ട് പിന്നെ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഈ ബാപ്പയും അതുപോലെ തന്നെ ഈ കാരണവരും ഇവർക്കെല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയോട് ഒരു നോട്ടമാണ്. ആ നോട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വൃത്തികെട്ട നോട്ടമാണ്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരുമകളാണെന്നോ ഇല്ലെങ്കിൽ മകൻ്റെ ഭാര്യയാണെന്നോ ഇങ്ങനെയുള്ള നോട്ടമൊന്നുമല്ല. ഞാനിത് പറയുന്നത് ഒരു ഇത് മാത്രമൊന്നുമല്ല കേട്ടാ, എല്ലാ സ്ഥലത്തും ഇങ്ങനെയുള്ള എംബോക്കികളുണ്ട്, അതായത് എല്ലാ മതത്തിലും ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഫോണിലൂടെ വിളിച്ചു പറയുന്നത് ഞാൻ ആദ്യമായിട്ടല്ല, ഒരു 1-2 കേസായി ഇപ്പം കേൾക്കുന്നത്. അതൊക്കെ എന്ന് പറഞ്ഞ് ഈ ഫോണിലൂടെ, അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇവന്മാർ ഏത് ലോകത്താണ് ജീവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് ഈ ഫോണിലൂടെ വിളിച്ചു പറഞ്ഞിട്ട് ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ ഒരു അനുവാദം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഇതൊരിക്കലും വെച്ച് പൊറപ്പിക്കരുത്. കാരണം ഇതിന് ഞാൻ ആ പെൺകുട്ടിയുടെ ബാപ്പാനെ
ഭർത്താവിൻ്റെ കൂടെയാണ്. അയാളോട് പറയുകയാണ്, നിങ്ങൾ കൃത്യമായിട്ടെന്ന് പറഞ്ഞ നിയമ നടപടി സ്വീകരിച്ചിട്ട് അവനെ ജയിലിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇനി എവിടെയും പോയിട്ട് ഇവനെ പോലെയുള്ള എംബോക്കികൾ ഒരു സ്ഥലത്തും പോയിട്ട് ഒരു പെണ്ണിൻ്റെ പോലും ഇതുപോലെ എന്താ പറയേണ്ടത് അവരുടെ ജീവിതം നശിപ്പിക്കാൻ പാടില്ല. ഇവനൊക്കെ പെണ്ണ് കാണാൻ വരുമ്പോൾ പറയും, എനിക്ക് സ്ത്രീധനം വേണ്ട, ഒരു മാങ്ങാത്തൊലിയും വേണ്ട, എനിക്ക് നല്ല ജോലിയുണ്ട്, അയ്യോ പെണ്ണിനെ മാത്രം കിട്ടിയാൽ മതി എന്ന്. പിന്നീട് എന്താണെന്നറിയാം, ആദ്യ രാത്രി തന്നെ ഇവനൊക്കെ ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഈ പൊന്ന് മുഴുവൻ തൂക്കി നോക്കല്. അയ്യോ ഞങ്ങൾ വിചാരിച്ചൊരു 50 ഇത് 30 ഒത്തുള്ളൂ. പിന്നെ അമ്മായിയമ്മ എന്താ പറയാ അറിയാം, അപ്പുറത്തുനിന്ന് 75 തരാമെന്ന് പറഞ്ഞിനി എൻ്റെ മകൻ വീണിട്ടില്ല. ഇപ്പുറത്തുനിന്ന് മറ്റേ നാത്തവും പറയുന്നത് എന്താ അറിയാം, അതിൻ്റെ അകത്തുനിന്ന് ഒരു 5 പവൻ എനിക്ക് തരാനുണ്ട്, അതിങ്ങ് തന്നേക്കൂ. ഇങ്ങനെയൊക്കെയാണ് വിവാഹ കമ്പോളത്തിലെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടല്ലോ എൻ്റെ ഭഗവാനെ എന്ന് ആലോചിക്കുമ്പോൾ ഇല്ലേ. അതായത് ഒരു പിന്നെ പെണ്ണുങ്ങളെ കിട്ടാനില്ല, എന്നിട്ടും ചില അവന്മാരൊക്കെ ഇത് പിന്നെ കണക്ക് പറഞ്ഞ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഈ പെൺകുട്ടികളുടെ തന്തമാരുടെ മിസ്റ്റേക്കായിട്ട് മാത്രമേ ഞാൻ കാണുള്ളൂ. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക. വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞാൽ അവരങ്ങ് ജീവിച്ചോളും. അല്ലാതെ ഈ കല്യാണമാണ് ഏറ്റവും വലുതെന്ന് കരുതിയിട്ട് ഈ 18 വയസ്സ് ആകുന്നതിന് മുന്നേ തന്നെ എന്ന് പറഞ്ഞാൽ ആലോചനകൾ വരുമ്പോൾ പിടിച്ചോട്ടെ, ഗൾഫുകാരനാണ്, 5 ഗൾഫ്, വീട്ടിൽ 5 മക്കളും ഗൾഫാണ്, ഓ വലിയ കാറുണ്ട്, വലിയ ബംഗ്ലാവുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങ് മൊത്തത്തിൽ അങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ അവസാനം എന്തായിരിക്കും, ഇതുപോലെ ഫോണിലൂടെ ചൊല്ലി അങ്ങ് വിടും. ഇപ്പം പോയില്ലേ, എല്ലാം കഴിഞ്ഞില്ലേ. അതായത് ജീവിതം നശിപ്പിച്ചപ്പോൾ എല്ലാവർക്കും സമാധാനമായല്ലോ. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള എംബോക്കികളെ നമ്മൾ എപ്പോഴും തിരിച്ചറിയാൻ പഠിക്കണം. അല്ലാതെ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാത്തിനും അങ്ങ് സമ്മതം മൂളരുത്, അതാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും ഈ പിന്നെ കല്യാണം കഴിച്ചതിന് ശേഷം കുനിഷ്ട് കാണിക്കുന്ന ഒരുപാട് മണങ്ങുണാഞ്ചന്മാരുണ്ട്. അത് എല്ലാത്തിലും ഉണ്ട്. അത് ക്രിസ്ത്യാനിയിലും ഉണ്ട്, ഹിന്ദുവിലും ഉണ്ട്, അതുപോലെ മുസ്ലിമിലും ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ ഇവന്മാരോടൊക്കെ എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇതാണ്. അതായത് ഒരുപാട് ആൾക്കാർ, നല്ല നല്ല ചെറുപ്പക്കാരുകൾ, അതായത് വലിയ ജോലിയോ പൈസയോ ഒന്നും ഉണ്ടാവില്ല, പക്ഷേ എന്താ അറിയുക, പെണ്ണിനെ ഇത് പൊന്നു പോലെ നോക്കുന്ന ആൾക്കാരായിരിക്കും. ഒരു ഇതുമില്ലാതെ നോക്കുന്ന ആൾക്കാരുണ്ട്. അവന്മാർക്കൊക്കെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തൂടെ? എന്തിനിങ്ങനെയുള്ള വലിയ പ്രമാണിമാരൊക്കെ കൊണ്ടുപോയിട്ട് നിങ്ങളുടെ മക്കൾ എന്തിനിങ്ങനെ പിന്നെ എന്താ വേലക്കാരികളുടെ അതിനെക്കാട്ടി അവസ്ഥയാണെന്നാണ് പറയുന്നത്. ഈ വേലക്കാരികൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി 5 മണി വരെ ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിലും എന്ന് പറഞ്ഞാൽ അവർക്കൊരു സമയമുണ്ട്. ആ സമയം കഴിഞ്ഞാൽ അവർ പറയും പോയിട്ട് പണീൻ്റെയൊക്കെ നാളെ എടുക്കാമെന്ന് പറയും. പക്ഷേ ഈ പിന്നെ കെട്ടിക്കൊണ്ടുപോകുന്ന സ്ത്രീകൾക്ക് അങ്ങനെയല്ല. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ശമ്പളവും ഇല്ല, ഒന്നുമില്ല. ഇതെന്ന് പറഞ്ഞാൽ രാവിലെ 4 മണി മുതൽ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം 12 മണി വരെ. ഭർത്താവ് ഗൾഫിലാണെങ്കിൽ പിന്നെ തീർന്ന്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നോക്കാനേ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ എൻ്റെ ഭർത്താവ് ഇടിയില്ലല്ലോ, അതുകൊണ്ട് പിന്നെ നീ 12 മണിക്ക് കിടന്നാൽ മതി എന്നുള്ള ലൈനാണ്. ഇതാണ് ചില സ്ഥലത്തൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പൊന്നു മക്കളെ, നമ്മൾ പൈസയും കാര്യങ്ങളോ അല്ലെങ്കിൽ തറവാട്ട് മഹിമയോ പ്രമാണി മഹിമയോ ഇതൊന്നും നോക്കരുത്. മനുഷ്യന്മാരായ ആരെങ്കിലും ഉണ്ടോ അവർക്ക് കൊണ്ടു കൊടുക്കുക പെണ്ണിനാ. അവർ പൊന്നുപോലെ നോക്കൂ, അതാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഇമാതിരി കോപ്രായം കാണിക്കുന്ന കുറേ ടീമിൻ്റെ അടുത്തേക്ക് വിട്ടിട്ട് മനസ്സമാധാനമില്ലാതെ അതിൻ്റെ ജീവിതം മുഴുവൻ, ഒരായുസ് മുഴുവൻ എന്ന് പറഞ്ഞാൽ കണ്ണീരോടുകൂടി കരയേണ്ടി വരും. അപ്പോൾ ബീരാൻകുട്ടി എന്ന് പറയുന്നവന് ഇതാ പെണ്ണ് കൊടുക്കുന്നവന്മാരെ സൂക്ഷിച്ചോ. ഇവൻ്റെ ബാപ്പയും ശരിയല്ല, ഇവൻ്റെ വീട്ടുകാരും ശരിയല്ല. അതുകൊണ്ട് തന്നെ ഇനി അവന് പെണ്ണ് കൊടുക്കാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങളെ ലൈക്ക് വേണ്ട, നിങ്ങളെ ഇതും വേണ്ട, നിങ്ങളെ കമൻറ്റും വേണ്ട, പക്ഷേ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. എന്താണെന്നറിയാം, കുറേ ആൾ അറിയട്ടെ ഇതിൻ്റെ കാര്യങ്ങൾ. നന്ദി, നമസ്കാരം.